സഭ മഹോദരത്തിലൂടെ കടന്നു പോകുമോ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് ചില ക്ലാസ്സുകൾ എടുക്കുവാനായി ഇടയായി. അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് പഠിക്കേണ്ടതും ആവശ്യമാണെങ്കിലും അത് പറയുവാൻ ഇടയായി. എന്നാൽ അതിനുശേഷം വീണ്ടും ക്ലാസ് എടുക്കുവാൻ പറഞ്ഞു. എന്താണ് വിഷയമെന്ന് ചർച്ച ചെയ്തപ്പോൾ സഹോദരന്മാർ എന്നോട് ആവശ്യപ്പെട്ടത് സഹസ്രാബ്ദ വാഴ്ച എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ ഉടനെ തന്നെ സമ്മതിച്ചു. ഞാൻ പഠിച്ചിട്ടുള്ള വിഷയമാണ്. എന്നാൽ വളരെ ഗഹനമായ, വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ് ഇത് എന്ന് എനിക്കറിയാം. എന്നാൽ നാം ഇപ്പോൾ പഠിച്ച 5 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് 6ാമത്തെ ക്ലാസ് ആണ്. നാം പഠിക്കുന്നത് വളരെ ചുരുങ്ങിയ വിധത്തിൽ മാത്രമേ നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വളരെ വിസ്തൃതമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അത്. ഈ പഠനം കൊണ്ട് ചിലർക്കെങ്കിലും അങ്ങനെ പഠിക്കുവാൻ ഒരു താല്പര്യം ഉണ്ടായാൽ ഈ ക്ലാസ്സുകളുടെ പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് SBS പത്തനംതിട്ടയുടെ ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. വലിയവനായ ദൈവം എന്നെയും ബലപ്പെടുത്തി പല യാത്രകളും പല ശുശ്രൂഷകളും ഉണ്ട്. അതിന്റെ മധ്യേയും തക്ക സമയത്ത് കടന്നു വന്ന് ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാനും സംസാരിക്കുവാനും വലിയവനായ ദൈവം എന്നെ ബലപ്പെടുത്തി. ദൈവത്തിന് ഞാൻ സ്തോത്രവും മഹത്വവും നൽകുന്നു. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന വിഷയത്തിന്റെ ആധാരമായിട്ട് നമുക്ക് പ്രാരംഭമായിട്ട് ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വായിച്ച് സഹായിക്കുന്നത് നന്നായിരിക്കും. എസ്കേലിന്റെ പ്രവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. എസ്കേൽ പ്രവചനം 43 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെ നമുക്ക് പ്രാരംഭമായിട്ട് 1 മുതൽ അല്ലെങ്കിൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രാരംഭമായിട്ട് 10 മുതൽ 12 വരെയുള്ള വാക്യം 12 വരെ വായിക്കണമാണ്. 43-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കാം. അവർ അതിനെ മാതൃക അളക്കട്ടെ. അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിന്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിന്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിന്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കാണുക എഴുതി വയ്ക്കാം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതെ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. അതിവിശുദ്ധമായ ഒരാലയം. ചരിത്രത്തിൽ ഈ വിധത്തിൽ ഒരു ആലയം ഉണ്ടായിട്ടില്ല. എല്ലാ ആലയങ്ങളും അശുദ്ധമായി തീർന്നിട്ടുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് അശുദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ആലയം അവരെ കാണിക്കുക. സഹസ്രാബ്ദ വാഴ്ചയിൽ വരുവാൻ പോകുന്ന മനോഹരമായ ആലയത്തിന്റെ വിശദീകരണമാണ് ഇവിടെ കാണുന്നത്. കർത്താവ് വരുമ്പോഴാണ് നടക്കുന്നത് എന്ന് നമുക്ക് ആരംഭവാക്യങ്ങളിൽ വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവയുടെ തേജസ് കൊണ്ട് ആലയം നിറയുന്നതായിട്ട് കാണുന്നുണ്ട്. 1 മുതൽ 4 വരെ വായിക്കുക, അപ്പോൾ മനസ്സിലാവും. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ യഹോവയുടെ തേജസ് കിഴക്ക് നിന്ന്, അഥവാ ഒലൂമലയിൽ നിന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒലൂമലയിൽ നിന്നും ആലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. അത് കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അവൻ തേജോമയനായി തേജോസോടുകൂടി വരികയും ഒലൂമലയിൽ നിന്നും അവൻ കിഴക്കേ വാതിലൂടെ അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ ചിത്രമാണ് കാണുന്നത്. ആ ആലയം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയുന്നതായിട്ട് കാണുന്നു. വിശുദ്ധമായ ആലയം. ഇന്നേ വരെ മാനവ ചരിത്രത്തിൽ ഉണ്ടായ എല്ലാ ആലയങ്ങളെക്കാൾ ഏറ്റവും വിശുദ്ധമായ ആലയമാണ് ദൈവം ഇവിടെ വിശദീകരിക്കുന്നത്. എസ്കേൽ പ്രവചനത്തിൽ ആ ആലയത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനു മുൻപ് നാം പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് നമുക്ക് പ്രാരംഭമായിട്ട് കടക്കാം. നാം പഠിച്ചുകൊണ്ടിരുന്നത് എക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ
സമൂഹത്തിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രകൃതിയിലും മറ്റും മൃഗങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നാം പഠിച്ചു. നാം കണ്ടു സഹസ്രാബ്ദ വാഴ്ചയിൽ മരണമുണ്ടാകുമെങ്കിലും മരണം വിരളമായിരിക്കും. മരിക്കുന്നത് ദുഷ്ടന്മാർ മാത്രമാണ് മരിക്കുന്നത് എന്ന് നാം കണ്ടു. ആരെങ്കിലും മരിച്ചാൽ അത് 100 വയസ്സുള്ളവന വരെയാണ്, എന്ന് പറഞ്ഞാൽ ഒരു ബാലൻ മരിച്ചു എന്നാണ് പറയുക. അതൊക്കെ നാം കണ്ടതാണ്. എന്ന് മാത്രമല്ല മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു, അവ എല്ലാം സസ്യബുക്കുകളായിരിക്കും. സിംഹം കാളയെ പോലെ പുല്ലു തിന്നും, അതെല്ലാം നാം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നോ ഭൂമി, അതേ വിധത്തിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നേരെ സസ്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരു രീതി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാണ്. മനുഷ്യനും വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിച്ചത് കായികനികൾ കൊണ്ട് ജീവിക്കുവാനാണ്, അല്ലാതെ മട്ടനും ഇറച്ചിയും അല്ല അതൊന്നും കോഴിയൊന്നും തിന്നാനൊന്നും അല്ല ഉദ്ദേശിച്ചത്. നാം സസ്യബുക്കുകളായി ജീവിക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഏദൻ തോട്ടത്തിലാണ്. നല്ല ഫലപുഷ്ടമായ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, അതാണ് മനുഷ്യന്റെ പ്രധാനമായ ആഹാരമായിട്ട് ദൈവം ഉദ്ദേശിച്ചത്. സർവ മൃഗങ്ങളെയും സർവ ജീവജാലങ്ങളെയും അതാണ് ദൈവം ഉദ്ദേശിച്ചത്. എന്നാൽ നോഹയുടെ പ്രളയത്തിന് ശേഷം ഭക്ഷണ രീതിയിൽ വളരെ സാരമായ മാറ്റമുണ്ടായി. സസ്യബുക്കുകൾ അല്ല മാംസ ബുക്കുകളും ഉള്ളതായിട്ട് നമുക്ക് വരുവാൻ കഴിയുന്നു. അവിടെ മാംസം തിന്നുവാൻ മനുഷ്യനെ അനുവദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത്രയും നാളും മാംസം മനുഷ്യൻ ഭക്ഷിച്ചിരുന്നില്ല. അതിന് പല ശാസ്ത്രീയ കാരണങ്ങളുണ്ട്, അത് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ അത് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. അവിടെ പറയുന്നുണ്ട് ദൈവം എന്താണ് ആഹാരമായിട്ട് സർവ്വ ജീവജാലങ്ങൾക്കും നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 30-ാം വാക്യം. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ശ്രദ്ധിക്കുക, സർവ്വജീവികൾക്കും താൻ ആഹാരമായി കൊടുത്തിരിക്കുന്നത് പച്ച സസ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ പച്ച സസ്യം എന്ന് പറഞ്ഞാൽ? മഞ്ഞ സസ്യമുണ്ട്, ചുവന്ന സസ്യങ്ങളുണ്ട്. അതൊന്നുമല്ല, പച്ച സസ്യമാണ് ദൈവം സർവത്തിനും ആഹാരമായി കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ക്ലോറോഫിൽ ആണ് സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം ഉണ്ടാക്കുന്നത്. നാം കഴിക്കുന്ന എല്ലാ ആഹാരത്തിനും ആധാരം ക്ലോറോഫിൽ ആണ്. ഫോട്ടോസിന്തസിസ് നമ്മൾ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ഫോട്ടോസിന്തസിസ് കൊണ്ടാണ് ആഹാരം പാകം ചെയ്യുന്നത്. സൂര്യന്റെ പ്രകാശം കൊണ്ട് ആഹാരം പാകം ചെയ്യപ്പെടുന്നതാണ്. എത്ര ശാസ്ത്രീയമായ എത്ര പ്രസക്തമായ പദപ്രയോഗമാണ് അവിടെ കാണുന്നത്. പച്ച സസ്യം ആഹാരമായി കൊടുത്തിരിക്കുന്നു. ഇന്നും അത് തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളും അഥവാ സസ്യം കാർണിവോറസ് ആണെങ്കിലും അഥവാ മാംസബുക്ക് ആണെങ്കിലും അത് ഭക്ഷിക്കുന്നത് സസ്യബുക്കായ ജീവികളെയാണ്. അപ്പോൾ അതിന്റെ അന്ത്യത്തിൽ സസ്യങ്ങളാണ് ഈ ആഹാരത്തിനെല്ലാം കാരണമായിരിക്കുന്നത്. ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ സസ്യബുക്കായിരിക്കണം, അഥവാ അവൻ കഴിക്കേണ്ടത് മാംസമല്ല എന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, അതിനെ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ അവസ്ഥയിലേക്ക് വീണ്ടും സർവ്വജീവികളും വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ച വാക്യങ്ങൾ നാം വായിച്ചു. ഇനി വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. എന്ന് മാത്രമല്ല മൃഗങ്ങളെല്ലാം വളരെ ശാന്തമായിട്ട് പരസ്പരം മത്സരിക്കാതെ സ്നേഹത്തിൽ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. കുഞ്ഞാടും ചെന്നായും ഒന്നിച്ചു വസിക്കും. കുട്ടികൾ പാമ്പിന്റെ പൊത്തിൽ കൈയിട്ട് പാമ്പുമായിട്ട് കളിക്കും. അതൊക്കെ നാം കണ്ടതാണ്. അതിനൊരു ഒരു പടം നിങ്ങൾ കാണുക. ഇതൊരു ഈ കുറെ നാളുകൾക്ക് മുമ്പ് വളരെ ലോകപ്രസിദ്ധമായ ഒരു പടമാണ്. ഈ പടത്തെ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കറിയാം, ഒരു ആന വളരെ ചൂടുള്ള വളരെ ചൂടേറിയ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു സിംഹത്തിന്റെ കുട്ടിയെ കണ്ടു. ആ സിംഹത്തിന്റെ കുട്ടിയെ ആ ചൂടിൽ മരിച്ചു പോകുമെന്ന് ഈ ആനയ്ക്ക് തോന്നി. സിംഹത്തിന്റെ അമ്മ, അതിന്റെ മാതാവുണ്ട് ആ സിംഹക്കുട്ടിയുടെ. എന്നാൽ ഈ ആനയ്ക്ക് വളരെ കനുവ് തോന്നി. ആന ആ സിംഹക്കുട്ടിയെ തന്റെ
താൻ എടുത്തുകൊണ്ട് ആ ചൂടേക്കാതെ, നടക്കുന്നതിൽ ചൂടേക്കാതെ ഒരു പ്രത്യേക ഒരു കുളത്തിന്റെ അരികെ വരെ കൊണ്ടുപോയതായിട്ട് എടുക്കുന്ന ഒരു ചിത്രമാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ആനയും സിംഹവും വളരെ സൗഹാർദ്ദത്തിൽ പോകുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് നടക്കുമെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയിലും ഇതുപോലെ ഉണ്ടാകും. മൃഗങ്ങൾ തമ്മിൽ മത്സരിക്കയില്ല, അവർ സൗഹാർദ്ദമായിട്ട് ഒന്നിച്ച് കഴിയും. സൗഹാർദ്ദമായി കഴിഞ്ഞിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഏദൻ തോട്ടമാണ്. എല്ലാ മൃഗങ്ങളും, വന്യമൃഗങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ മൃഗങ്ങളും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. രണ്ട്, അതേ സ്വഭാവം വീണ്ടും വന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് നോഹയുടെ പെട്ടകത്തിലാണ്. നോഹയുടെ പെട്ടകത്തിൽ യാതൊരു വന്യമൃഗങ്ങളും ഉണ്ടായിരുന്നില്ല, സൗഹാർദ്ദതയിൽ അവർ കഴിയുകയാണ്. അതിന് ശേഷമാണ് വന്യമൃഗങ്ങൾ എന്ന വിധത്തിൽ ഉണ്ടാകുവാനായി ഇടയായിത്തീർന്നു. അങ്ങനെ മൃഗങ്ങളിലും പ്രകൃതിയിലും സാരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് പഠിക്കുവാനുള്ള വിഷയമാണ് അത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിലയിരുത്താൻ കഴിയുന്ന പല കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ വളരെ തെളിവുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട വേറൊരു വിഷയമാണ് സഹസ്രാബ്ദ വാഴ്ചയിലെ ദേവാലയം. വളരെ ഏതാണ്ട് എസ്കേൽ പ്രവചനം 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് പറയപ്പെട്ടിട്ടുള്ള ഒരു ആലയമാണ് സഹസ്രാബ്ദ അഥവാ മില്ലിനിയൽ കിങ്ഡം, സഹസ്രാബ്ദ വാഴ്ചയിലെ ദേവാലയം. എസ്കേൽ പ്രവാചകൻ അതിനെ കുറിച്ച് വിവരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ ദേവാലയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൽ നിന്നും അവിടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം, സഹസ്രാബ്ദ വാഴ്ചയിൽ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്ന് കാണുന്ന ഭൂമിയുടെ ഉപരിതലമായിരിക്കയില്ല അന്ന്. സമുദ്രവും നദികൾക്കും മാറ്റങ്ങൾ ഉണ്ടാവും, പർവ്വതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഭൂമിക്ക് ഉപരിതലത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ദേവാലയം ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിലായിരിക്കും എന്ന് വിശദമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങൾ വിശദമായി പഠിക്കേണ്ടതാണ്. പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ദേവാലയവും ദൈവം അവസാനമായി ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം, യാതൊരു അശുദ്ധിയുമില്ലാത്ത ദേവാലയം. നമുക്കറിയാം, ദേവാലയത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആദ്യത്തെ ദേവാലയം ഏദൻ തോട്ടമാണ്. ഏദൻ തോട്ടം ദൈവം ദേവാലയമായിട്ടാണ് സൃഷ്ടിച്ചത്. അതിന്റെ ഘടന, അതിന്റെ രീതി എല്ലാം നോക്കിയാൽ ഒരു ദേവാലയമായിരുന്നു. നമുക്കറിയാം, സഭയെക്കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ കൃഷിയാണ് എന്ന് സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ കൃഷിയാണ് സഭ, ദേവാലയമാണ്. മണവാട്ടിയെ കുറിച്ച് പറയുമ്പോൾ സദൃശവാക്യത്തിൽ പറയുന്ന തന്റെ പ്രിയ കെട്ടിയടച്ച ഒരു തോട്ടമാണ് എന്ന് പറയുന്നത്. തോട്ടമായിട്ട് അതിനെ ചിന്തിക്കുക. അപ്പോൾ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയത്തിന്റെ ഒരു ചിത്രമാണ്. പ്രധാനമായിട്ട് ഏദൻ തോട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ അതല്ല, എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് ആദ്യത്തെ ദേവാലയം എന്ന് വേണമെങ്കിൽ പറയാം. ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദേവാലയത്തിനും, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന എല്ലാ ദേവാലയത്തിലും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അവർ കയറേണ്ടത്. എന്ന് പറഞ്ഞാൽ ആരാധകൻ നോക്കി നിൽക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. അവന്റെ യാത്ര കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടായിരിക്കണം. അത് ഏദൻ തോട്ടത്തിൽ കാണുവാൻ കഴിയും, സമാഗമന കൂടാരത്തിൽ കാണുവാൻ കഴിയും, സൊലോമോന്റെ ദേവാലയത്തിൽ കാണുവാൻ കഴിയും. ഈ പറയുന്ന എസ്കേലിന്റെ ദേവാലയത്തിലും അത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമുക്കറിയാം, ഈ ദേവാലയത്തെ കുറിച്ച് ഞാൻ വളരെ വളരെ വിശദീകരിക്കേണ്ടതാണ്. ഇത് ഇവിടെ എല്ലാം ഇത് വാസ്തവത്തിൽ ഓരോന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വളരെയേറെ വിസ്തൃതമായ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണ് അവിടുത്തെ ദേവാലയം എന്ന് പറയുന്നത്. ആ ദേവാലയത്തിന്റെ ഉദ്ദേശം എന്താണ്? അത് മാത്രം ചുരുക്കം കാര്യം, നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തെ കുറിച്ച് ഇത്രമാത്രം വിശദീകരിക്കുന്നത്? ചിലർ പറയുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ദേവാലയം ആയിരിക്കുകയില്ല,
നമ്മുടെ പഠനത്തിന് വേണ്ടി ദൈവം ഒരു രൂപക ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ ഒരു ദേവാലയം ഉണ്ടാകത്തില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതല്ല, ഇത് പ്രവചനമാണ്. തീർച്ചയായിട്ടും സഹസ്രാബ്ദ വാഴ്ചയിൽ വലിയൊരു ദേവാലയം ഉണ്ടാകും. ഇവിടെ ഒരു കാര്യം കൂടെ നാം ചിന്തിക്കണം. വേദപുസ്തകത്തിൽ ഇന്ന് യെരൂശലേമിൽ ദേവാലയമില്ല. 2 ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ദേവാലയം ശലോമോന്റെ ദേവാലയമായിരുന്നു. അത് നെബൂഖദ്നേസർ വന്ന് നശിപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ദേവാലയം അതിന് നാം കാണുക സെരുബ്ബാബേലും ജോഷുവയും ചേർന്ന് പണിത ദേവാലയമാണ്. അതിന് മലിനപ്പെടുത്തി. എന്നാൽ വീണ്ടും അത് പണിതു. നമുക്കറിയാം, പണിതിന് ശേഷം ഹെരോദാവ് അതിനെ മോഡിഫൈ ചെയ്തു, അത് റിനോവേറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ദേവാലയത്തിന് വേറൊരു പേരുണ്ട്, ഹെരോദാവിന്റെ ദേവാലയം എന്നൊരു പേരുണ്ട്. അതാണ് സെരുബ്ബാബേലും ജോഷുവയും കൂടെ ആരംഭിച്ച ദേവാലയമാണ്. ബാബിലോണിന്റെ ആ പ്രവാസ കാലത്തിന് ശേഷം പണിത ദേവാലയം. ആ ദേവാലയ പണിയാണ് എസ്രയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് രണ്ടാമത്തെ ദേവാലയം. ആ ദേവാലയത്തിന്റെ വേറൊരു പേരാണ് ഹെരോദാവിന്റെ ദേവാലയം. രണ്ടും ഒന്ന് തന്നെയാണ്. ആ ദേവാലയത്തിലാണ് നമ്മുടെ കർത്താവ് വരികയും അവിടെ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കപ്പെടും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധത്തിൽ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് കർത്താവ് വളരെ വ്യക്തമായത് അതിന് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, നാം എല്ലാം കേട്ടിട്ടുള്ളതാണ്, AD 70 ആ രണ്ടാമത്തെ ദേവാലയം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ വന്ന റോമൻ പടയാളികൾ ചുട്ടരിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ 2 ദേവാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ രസകരമായ കാര്യം നാം ചിന്തിക്കേണ്ടത്, ഈ 2 ദേവാലയങ്ങളും നശിപ്പിക്കപ്പെട്ടത് ഒരേ മാസം ഒരേ തീയതിയാണ്. ഏത് മാസം ഏത് തീയതിയാണോ ഒന്നാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ടത്, അതേ മാസം അതേ തീയതി രണ്ടാമത്തെ ദേവാലയവും നശിപ്പിക്കപ്പെട്ടു. മഹത്വം പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് പോയി. ഇന്ന് ദേവാലയമില്ല. എന്നാൽ യഹൂദന്റെയും നമ്മുടെ എല്ലാ ആഗ്രഹം മൂന്നാമതൊരു ദേവാലയം ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹം. വേദപുസ്തകം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ്, താൻ ഒലിവുമലയിൽ വരുന്നതിന് മുൻപ് യെരൂശലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരിക്കും, സംശയമില്ല. അതാണ് മൂന്നാമത്തെ ദേവാലയം. യഹൂദന്മാരുടെ ആഗ്രഹവും ആ വിധത്തിലുള്ള ഒരു ദേവാലയമാണ്. അതിനുള്ള എല്ലാ ചട്ടക്കൂട്ടുകളും യഹൂദ പ്രജ ഇന്ന് ചെയ്തിരിക്കുകയാണ്. യെരൂശലേമിൽ പോയാൽ നമുക്കറിയാം, ആ ദേവാലയം, മൂന്നാമത്തെ ദേവാലയം പണിയുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ കർത്താവ് പറഞ്ഞ 3 ദിവസം കൊണ്ട് ഞാനിത് പണിയുമെന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ 3 ദിവസം കൊണ്ട് പണിയുവാനുള്ള എല്ലാ സാമഗ്രികളും സാങ്കേതിക സാമഗ്രികളും അവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ദേവാലയത്തിന് വേണ്ടി യഹൂദന്മാർ ഒരുങ്ങിയാണ്. അത് പണിതേ പറ്റൂ. കാരണം പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ അത് ആവശ്യമാണ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് അത് സംഭവിക്കും. എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേറെ ചോദ്യം ഇതാണ്, അതാണോ ഈ പറയുന്ന സഹസ്രാബ്ദ ദേവാലയം എന്ന ചോദ്യമാണ്. വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം പറയുവാൻ കഴിയുകയില്ലെങ്കിലും ആ ദേവാലയത്തെ കുറിച്ച് നമുക്കറിയാം, അന്തിക്രിസ്തു അത് മലിനമാക്കി കളയും. അവൻ തന്റെ പ്രതിമ വെച്ച് ആ ദേവാലയം മലിനമാവും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ അത് ഭാഗികമായി നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം കർത്താവ് വരുന്നതിന് മുൻപ് നടക്കുന്ന ഹർമഗദോൻ യുദ്ധവും മുതലായ കാണുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ മധ്യേ ഒരുപക്ഷെ ആ മൂന്നാമത്തെ ദേവാലയം ഭാഗികമായി നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് എന്ത് തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ പറയുന്നുണ്ട്, കർത്താവ് വരുമ്പോൾ അവൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മലക്കായുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുക. അവിടെ നമുക്ക് കാണുവാനില്ല, അവൻ പെട്ടെന്ന് അവൻ ദേവാലയത്തിൽ വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മലക്കായുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇത് അവൻ വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ നിയമദൂതൻ അഥവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ
ആയവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത്തിൽ നടക്കുന്ന കാര്യമാണ്. അവൻ മന്ദിരത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ മന്ദിരത്തിന്റെ അസ്തിത്വമുണ്ട് എന്ന് കാണുവാൻ, അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കാൻ സാധ്യതയില്ല. എന്താണെന്ന് അറിയില്ല. എന്നാൽ ആ മന്ദിരമല്ല ഈ പറയുന്ന മന്ദിരം. ഞാൻ അത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പറയുന്ന എസ്കേൽ പ്രവചനത്തിൽ പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ പണിയപ്പെടുന്ന വലിയൊരു വ്യത്യസ്തമായ വലിയൊരു മന്ദിരം സ്ഥാപിക്കപ്പെടുവാൻ പോവുകയാണ്. അതല്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഭൂപ്രകൃതിക്ക് മാറ്റമുണ്ടാകും. ഒരു ഉയർന്ന മലയിലാണ് ഈ മന്ദിരം സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായ വളരെ വിശാലമായ ഒരു മന്ദിരമായിരിക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാണുന്നത് ആ മന്ദിരത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദീകരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകട്ടെ. ഇവിടെ ഈ മന്ദിരത്തിൽ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്തിന്റെ വിശുദ്ധി അതിന്റെ പരിപൂർണതയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ മന്ദിരത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ മന്ദിരത്തിലും അശുദ്ധി കടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ സമാഗമന കൂടാരത്തിൽ അഹരോന്റെ പുത്രന്മാർ അന്യാഗ്നി കത്തിച്ചു അതിനെ മലിനമാക്കിയെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഏലിയുടെ മക്കൾ അതിൽ മലിനമാക്കി കളഞ്ഞു. അതുകൂടാതെ ശലോമോന്റെ ദേവാലയം എത്രമാത്രം അനേക രാജാക്കന്മാർ ആ ദേവാലയത്തെ മലിനമാക്കി കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. ആഹാസ് എന്ന് പറയുന്നത് ആ രാജാവ് ആ ദേവാലയം അടച്ചുപൂട്ടി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ദേവാലയങ്ങൾ അശുദ്ധമാക്കപ്പെട്ടു. ആദ്യത്തെ ദേവാലയത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നിന്നും മഹത്വം പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്നും പോയി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും വിശുദ്ധിയുള്ള ഒരു ദേവാലയം, താൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു ദേവാലയം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇന്ന് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്ന സഭയാണ്. സഭയെ നമുക്കറിയാം പരിപൂർണതയുള്ള സഭയല്ല, പല ന്യൂനതകളും സഭയ്ക്കുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം ലവദോക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് വെളിക്കാണ്, അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ മിക്ക സഭകളും ഏതാണ്ട് 5 സഭകളിലും പല ന്യൂനതകൾ ഉള്ളതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യാതൊരു ഊനവുമില്ലാത്ത ന്യൂനതകളുള്ളാത്ത ദൈവത്തിന്റെ വിശുദ്ധി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സഹസ്രാബ്ദ ദേവാലയം. 243 മുതൽ നാം വായിച്ച വേദഭാഗങ്ങളിൽ അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. ഈ ദേവാലയം ഇസ്രായേലിനെ കാണിക്കാന്ന് പറഞ്ഞ് ഇതാണ് മാതൃക, അവരെ കാണിക്കണം. വിശുദ്ധി പ്രഖ്യാപിക്കുന്ന, ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രഘോഷിക്കുന്ന ഒരു ദേവാലയമായിരിക്കും അത്. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം അധിവസിക്കേണ്ടത് ആവശ്യമാണ്. 43-ന്റെ 7-ാം വാക്യം നാം വായിക്കാം. അവിടെ വായിക്കുമ്പോൾ പുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ എന്റെ കാലടികളുടെ സ്ഥലവും ആകുന്നു. ഇസ്രായേൽ ഗൃഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ട് പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കുമിടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എന്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എന്റെ കട്ടളയും ആക്കുന്നത് കൊണ്ട് എന്റെ വിശുദ്ധ നാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതില്ല. തന്റെ വിശുദ്ധ നാമത്തെ ഒരിക്കലും അശുദ്ധമായിരിക്കില്ല. ദൈവത്തിന്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നത്. ആ മുകളിലുള്ള ഭാഗത്താണ് കിഴക്കിൽ നിന്ന് മഹത്വം വന്ന് അവൻ ആലയത്തെ നിറയ്ക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ ആലയം, ആദ്യത്തെ ആലയം, എസ്കേലിന്റെ സമയത്തുള്ള ആദ്യത്തെ ആലയം, മഹത്വം പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ മഹത്വം വസിക്കുവാൻ ഒരു സ്ഥലം ആവശ്യമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ദ ഡിവൈൻ ഗ്ലോറി. മൂന്നാമത്തെ കാര്യം വളരെ വിവാദപരമായ കാര്യമാണ്. ഈ ആലയത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമ യാഗങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ട് കാണും. 46-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. വളരെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. ചില വേദഭാഗങ്ങൾ വായിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. 46-ാം അധ്യായം 19-ാം വാക്യം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്ത് ഒരു സ്ഥലം കണ്ടു. അവൻ എന്നോട്, പുരോഹിതന്മാർ അകൃത്യയാഗവും പാപയാഗവും
പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു. അവർ ഇവിടെ ജനത്തെ പറയുന്നത് അത് മതി. ഞാൻ വിശുദ്ധീകരിക്കുന്നതിനായി ഉദ്ദേശിക്കുന്ന യാഗങ്ങൾ ഉണ്ടാകും. പല ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ അറിയാം, യാഗം അർപ്പിക്കപ്പെടും. ഇനി ഒരു യാഗം വീണ്ടും ആരംഭിക്കുമോ? അതാണ് ചോദ്യം. അത് വിവാദമാണ്. ഇനി യാതൊരു എബ്രായ ലേഖനകാരൻ പറഞ്ഞത് ഇനി യാതൊരു യാഗത്തിന്റെ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണം സർവ്വയാഗത്തിനും ഒരു പരിഹാരമായിരുന്നു. ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും സഹസ്രാബ്ദ വാഴ്ചയിൽ വീണ്ടും യാഗങ്ങൾ എന്തിനാണ്? അതിന്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. പലവിധമായ വിശദീകരണങ്ങൾ അത് നൽകുന്നുണ്ട്. എല്ലാ വിശദീകരണവും അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്നാൽ സാധാരണയായി നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിശദീകരണം, ഇറ്റ്സ് എ മെമ്മോറിയൽ സാക്രിഫൈസ്. അത് കർത്താവിന്റെ യാഗമരണത്തെ ഓർമ്മിപ്പിക്കുന്ന, അത് പാപപരിഹാരത്തിന് വേണ്ടിയല്ല. പാപപരിഹാരത്തിനുള്ള യാഗം, ഒരേ ഒരു യാഗം കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചു. ഇനിയും അതിന് യാതൊരു ആവശ്യമില്ല. പാപപരിഹാരത്തിന് വേണ്ടി ഇനിയോ യാതൊരു യാഗവും ശേഷിപ്പില്ല എന്ന് വ്യക്തമായ എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ ഈ യാഗങ്ങളുടെ ആവശ്യം എന്താണ്? പാപപരിഹാരത്തിന് വേണ്ടിയല്ല, കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ മരണത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെയുള്ള യാഗങ്ങൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് സാധാരണയായി അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാനം. വിവിധമായ അഭിപ്രായങ്ങൾ വിവിധമായ വേദപണ്ഡിതാക്കൾക്കുണ്ട്. എന്നാൽ പൊതുവെ ഇതാണ് വിചാരിക്കപ്പെടുന്നത്. പെർപെച്വേറ്റ് ദ മെമ്മോറിയൽ ഓഫ് സാക്രിഫൈസ്. കർത്താവിന്റെ യാഗമരണത്തെ ഓർമ്മിപ്പിക്കുവാൻ ഈ യാഗങ്ങൾ സഹായിക്കും. ഇത് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള യാഗങ്ങളല്ല. അത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. യാഗങ്ങൾ വീണ്ടും ആരംഭിക്കും എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയല്ല. ആ ഭരണം നടക്കേണ്ടത് അവിടെയാണ്. 7-ാം വാക്യത്തിൽ നാം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും നിങ്ങൾ. അവിടെ പറയുന്നത് 43:7 അവന്റെ സിംഹാസനം അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും ശ്രദ്ധിക്കാൻ. എന്റെ സിംഹാസനത്തിൽ മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും എന്റെ അത് മതി. ഞാൻ ഉദ്ദേശിച്ചത് സിംഹാസനം രാജാവിന്റെ സ്ഥലമാണ്, ഭരിക്കുവാനുള്ള രാജാവിന്റെ സ്ഥലമാണ്. അപ്പോൾ ദൈവം ഭരിക്കുവാൻ കേന്ദ്രീകൃതമാക്കുന്ന തന്റെ ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദു ഈ ദേവാലയമായിരിക്കും. എ ഡിവൈൻ ഗവൺമെന്റ്, പ്രൊവൈഡ് ദ സെന്റർ ഫോർ ദ ഡിവൈൻ ഗവൺമെന്റ്. അതാണ് ഈ ദേവാലയത്തിന്റെ വേറെ ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഈ ദേവാലയത്തിൽ ഇന്നേ വരെ പാപത്തിന്റെ അനന്തര ഫലം കൊണ്ടായ ശാപങ്ങളും എല്ലാ ദോഷങ്ങളും മാറുവാൻ പല നിബന്ധനകളും സാധ്യമാകും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പാപം, നമുക്കറിയാം, പാപത്തിന്റെ അനന്തരഫലം മുള്ളും പരക്കാരെയും മുളച്ചു വന്നു എന്ന് വേദപുസ്തകത്തിൽ കാണുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ മുള്ളും പറക്കാരെയും ഉണ്ടാകുകയില്ല, അത് മാറ്റപ്പെടും. അത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ വിധത്തിൽ ഈ 5 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ 5 വിധമായ ഉദ്ദേശമാണ് ഈ ദേവാലയത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായത് ദൈവത്തിന്റെ വിശുദ്ധി ഏറ്റവും പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും ഈ മില്ലേനിയൽ കിങ്ഡം. ഞാൻ പറഞ്ഞ പോലെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ഏതാണ്ട് 40-ാം അധ്യായം മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ദേവാലയത്തിൽ, ആദ്യത്തെ ദേവാലയം ശലോമോന്റെ ദേവാലയത്തിൽ നിന്നും മഹത്വം പൊയ്പോയതായിട്ട് കാണുവാൻ കഴിയുന്നു. ആ മഹത്വം പൊയ്പോയത് കാരണം ദേവാലയത്തിൽ അശുദ്ധി ഒരുപാട് കടന്നു. എസ്കേൽ പ്രവചനം 8-ാം അധ്യായം 9-ാം അധ്യായം 11-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കുമെങ്കിൽ അറിയാം, എല്ലാവിധമായ വിഗ്രഹങ്ങളും എല്ലാവിധമായ ആചാരങ്ങളും ദേവാലയത്തിൽ ഉണ്ടായി. ദേവാലയത്തിലെ പ്രമാണികൾ അഥവാ ഇസ്രായേലിന്റെ പ്രമാണികൾ പാപം ചെയ്തു. 8-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ 25 പേർ പാപം ചെയ്യുന്ന ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ശ്രദ്ധിക്കുക. 8-ാം അധ്യായം 16-ാം വാക്യം. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി. യഹോവയുടെ മന്ദിരത്തിന്റെ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾ സൂര്യ നമസ്കാരികളായിട്ട് വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ
ഈ സൂര്യ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ സൂര്യ നമസ്കാരികളായി തീർന്നു. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചെന്നുണ്ടല്ലോ, ദേവാലയത്തിന്റെ വാതിൽ കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് നോക്കി നിൽക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത് പടിഞ്ഞാറോട്ടാണ് നോക്കുന്നത്, കിഴക്കോട്ടല്ല. ഇവിടെ നാം കാണുന്നത് അവർ കിഴക്കോട്ട് നോക്കി ദേവാലയത്തിനെ അവരുടെ മുതുകെ കാണിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. കിഴക്കോട്ട് നോക്കുന്നത് അത് സൂര്യ നമസ്കാരത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് സൂര്യ നമസ്കാരികളായി മാറി. നമുക്കറിയാം ഇന്ന് പല ക്രൈസ്തവ സഭകളിലും അവര് കിഴക്കോട്ടാണ് നോക്കുന്നത്. ഇവിടെ ഇസ്രായേലിന്റെ മഹത്വം പോകുവാനുള്ള കാരണം അവർ വിഗ്രഹാരാധികളായി തീർന്നു. ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ കടന്നു എന്നാണ്. ദേവാലയത്തിൽ നിന്നും ആ മഹത്വം പോകുന്ന ആ കാഴ്ച ഒന്ന് വായിക്കേണ്ടതാണ്. 8, 9, 10 അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കേണ്ടതാണ്. 10-ാം അധ്യായത്തിലെ ദൈവാലയത്തിൽ നിന്നും മഹത്വം എങ്ങനെയാണ് പോകുന്നതെന്ന് വളരെ ദയനീയമായ വേദനിപ്പിക്കുന്ന വിധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോകുവാൻ മനസ്സില്ല, എങ്കിലും പാപത്തിന്റെ മധ്യേ നിൽക്കുവാൻ കഴിയാതെ ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് പോയി. നമുക്കറിയാം കൂടാരം, അതായത് സമാഗമന കൂടാരത്തിൽ ഏലിയുടെ മക്കൾ പാപം ചെയ്തതിന്റെ ഫലമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. പെട്ടകം പിടിക്കപ്പെട്ടു, ഫിലിസ്തീർ കൊണ്ടുപോയി. അവിടെ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ പേരെന്താണ്? ഇഖാബോദ്. ഇഖാബോദ് എന്ന് പറഞ്ഞാൽ മഹത്വം പോയി. മഹത്വം പോയതായിട്ട് കാണുന്നത്. ദേവാലയത്തിൽ നിന്നും മഹത്വം പോകുന്നു. ഇവിടെ അത് തന്നെയാണ്. ഈ ദേവാലയത്തിൽ നിന്നും മഹത്വം പോയി. ശലോമോന്റെ ദേവാലയത്തിൽ നിന്നും. 11-ാമത്തെ 23-ാം വാക്യം വായിക്കുക. അവിടെ എങ്ങനെയാണ് മഹത്വം പോയത് കാണുമെങ്കിൽ, യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. ആ കിഴക്ക് വശത്തുള്ള പർവ്വതം ഒലിവുമലയിലാണ്. അഥവാ ദേവാലയത്തിൽ നിന്നും കിഴക്കേ വാതിലിലൂടെ വഴിയായിട്ട് ഒലിവുമലയിലേക്ക് മഹത്വം പോയി. മഹത്വം പോയി കഴിഞ്ഞാൽ വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും മഹത്വം പോയാൽ അത് നശിപ്പിക്കപ്പെടും. അതാണ് ഒന്നാമത്തെ ദേവാലയത്തിന് സംബന്ധിച്ചത്. രണ്ടാമത്തെ ദേവാലയത്തിനും അത് തന്നെയാണ് സംഭവിച്ചത്. കർത്താവ് ആ ദേവാലയത്തിൽ പോയി താൻ ശുശ്രൂഷ ചെയ്തു. നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് ആ ദേവാലയത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടു. അവൻ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ആ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്. ദേവാലയത്തിൽ നിന്ന് മഹത്വം പോയാൽ അത് നശിപ്പിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പുതിയ നിയമസഭയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് തന്നെയാണ്. ദൈവം തന്റെ ആക്കിയിരിക്കുന്ന ആ നിലവിളക്ക് മാറ്റിക്കളയും. ലവദോക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നത് അവർക്കെല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. എന്നാൽ കർത്താവ് എവിടെയാണ് നിൽക്കുന്നത്? സഭയിൽ കർത്താവില്ല, അവരുടെ മധ്യേ കർത്താവില്ല. അവൻ വെളിയിലാണ്, അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. മഹത്വം പോയാൽ, ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് മഹത്വം പോയാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് നശിപ്പിക്കപ്പെടും. ഈ ദേവാലയങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുമ്പോഴുള്ള കാരണം അതാണ്, ഈ രണ്ടാമത്തെ ദേവാലയം. അപ്പോൾ കർത്താവ് ഈ കിഴക്കേ വാതിലിലൂടെ ഇറങ്ങിപ്പോയി. ഈ നോക്കുക, നിങ്ങൾ ഈ കാണുന്ന ചിത്രം നോക്കുക, അതാണ് കിഴക്കേ വാതിൽ. ഇന്ന് യെരൂശലേമിൽ ചെല്ലാമെങ്കിൽ കാണാവുന്ന ഒരു ചിത്രമാണിത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കർത്താവായ യേശുക്രിസ്തു അവസാനമായിട്ട് ദേവാലയത്തിൽ അവരെ അത് കള്ളന്മാരുടെ ഗുഹയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഈ വാതിൽ വഴിയാണ് ഇറങ്ങിപ്പോയത്. അവൻ ഇറങ്ങി ഒലിവുമലയിലേക്ക് പോയി. ഈ വാതിൽ ഇന്നേ വരെ അടഞ്ഞു കിടക്കുകയാണ്. അതിന് കാരണം കർത്താവ് ഇതിലൂടെ പ്രവേശിച്ചു. നമുക്ക് നോക്കാം, വാക്യങ്ങൾ വായിക്കാം. 43-ന്റെ 2-ാം വാക്യം വായിക്കാം. 43-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. കിഴക്ക് വഴിയായി വന്നു പോയി. അത് 44-ന്റെ 1-2 വാക്യം വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. കർത്താവ് താൻ അവസാനമായി യെരൂശലേമിലേക്ക് കടന്നത് ഈ വാതിലിലൂടെയാണ്.
അവൻ തിരിച്ചു പോയതും ഈ വാതിലിലൂടെയാണ്, ഒലിവുമലയിലേക്ക് പോയത്. ഇവിടെ പറയുന്നത് ഇത് അടഞ്ഞിരിക്കും. ഇന്നും യെരൂശലേമിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ, ഇത് കാണിക്കുന്നത് നമ്മുടെ കർത്താവ് വരാറായി. അവൻ വരുമ്പോൾ ഈ വാതിൽ തുറക്കും. ഈ വാതിലൂടെ അവൻ മാത്രമേ കടക്കുകയുള്ളൂ. ആരും കടക്കുവാൻ തന്റെ ഇടം കാണിച്ചിട്ടില്ല. ആരും ഇത് ഇടിച്ച് തകർക്കുവാനും ഒന്നും തന്റെ ഇടം കാണിച്ചിട്ടില്ല. ഇന്നും ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത് നമ്മുടെ കർത്താവ് ഈ വാതിലൂടെ കടന്നു, അവൻ വാതിലൂടെ പുറത്തു വരികയും ചെയ്തു. ഈ വാതിൽ കർത്താവ് പോയത് കൊണ്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇത് ദൈവവചനത്തിന്റെ നിസ്വസ്ഥതയെ വീണ്ടും വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ഇത് ഇന്നും അങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഈ ദേവാലയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ദൈവം ആഗ്രഹിക്കുന്ന ഷോ ദ ഹൗസ് ടു ദ ഹൗസ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിനെ കാണിക്കുവാനായി ദൈവം പണിയുന്ന മനോഹരമായ ഒരു ആലയമാണ് ഇത്. ഈ ആലയത്തിന്റെ പ്രത്യേകത വിശുദ്ധിയാണ്. വായിക്കാം, സക്കറിയ പ്രവചനം 14-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. യെരൂശലേമിലും യഹൂദയിലുമുള്ള കാലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു അന്യനും ഉണ്ടാകയില്ല. ഇവിടെ എല്ലാത്തിലും യഹോവയ്ക്ക് വിശുദ്ധം, യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. Every pot in Jerusalem and Judah shall be holiness unto the Lord. എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കുക, അവിടെ പറയുന്നത് ആ ദേവാലയത്തിൽ ഇനി ഒരു കനാന്യനും കാണുന്നത്. എന്ന് പറഞ്ഞാൽ കനാന്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്റിൽ മീനിങ് ബിസിനസ്സുകാരൻ എന്നർത്ഥം. കർത്താവ് ദേവാലയത്തിൽ ചേർന്നപ്പോൾ അവിടെ ബിസിനസ് നടക്കുകയായിരുന്നു. മതത്തിന്റെ പേരിൽ കച്ചവടം നടക്കുകയായിരുന്നു. ഇനി മതത്തിന്റെ പേരിലുള്ള കച്ചവടം നടക്കുകയില്ല. ദേവാലയത്തിൽ ഇനി കനാന്യരെ കാണുവാൻ കനാന്യരുണ്ടാവില്ല, കച്ചവടം നടക്കുകയില്ല. എന്ന് മാത്രമല്ല, 20-ാം വാക്യം വായിക്കാം. അവിടെ പറയുന്നത് എന്താണ്? അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പുള്ള കലശങ്ങൾ പോലും ആയിരിക്കും. എല്ലാം ഇത് ആ മണികളെ, കുതിരയുടെ മണിയേൽ പോലും വിശുദ്ധം എന്ന് എഴുതി. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ആലയമായിരിക്കും സഹസ്രാബ്ദ വാഴ്ചയിലെ ആലയം. വളരെ പ്രധാനമായി പഠിക്കേണ്ട രസകരമായ ഒരു വിഷയമാണ് സഹസ്രാബ്ദ വാഴ്ചയിലെ ആലയം. അവിടെ സഹസ്രാബ്ദ വാഴ്ചയിലെ ആലയത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിന്റെ പ്രത്യേകത നമുക്കറിയാം, അവിടെ ഒരു നദി ഒഴുകുന്നതായിട്ട് കാണുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ വിശുദ്ധ സ്ഥലത്ത് നിന്നും ഒരു നദി പുറപ്പെടുന്നതായിട്ട് കാണുന്നു. ആ നദി രണ്ടായിട്ട് പിരിയുന്നു. അതിൽ ഒരു ഭാഗം ചാവുകടലിൽ പതിക്കും. ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ ഇവിടെ നോക്കുക, ഇതാണ് ശ്രദ്ധിക്കുക. ദേവാലയത്തിൽ നിന്നും ഈ ഭാഗം കാണുന്നുണ്ട്. ദേവാലയത്തിൽ നിന്നും ഈ നദി പുറപ്പെട്ട് അത് സാങ്ച്വറിയിൽ നിന്നാണ്, അതായത് വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ഭാഗം അത് ചാവുകടലിലേക്കും ഒരു ഭാഗം മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്കും പോകും. രണ്ടായിട്ട് അത് പിരിയുന്നതായിട്ട് കാണും. ഈ പടത്തിൽ അത് വ്യക്തമാണ്. എന്നാൽ ഇത് പോകുന്ന ഏതൊക്കെ സ്ഥലത്ത് ഈ പോകുന്നുണ്ടോ അവിടെ എല്ലാം വളരെയേറെ മത്സ്യങ്ങൾ ഉണ്ടാകും, ജീവജാലങ്ങൾ ഉണ്ടാകും എന്ന് പറയും. ഇത് വാസ്തവത്തിൽ ഈ ചാവുകടലിൽ ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഉപ്പ് രസമുള്ള സ്ഥലമാണ്, വളരെയേറെ കട്ടിയായ ഉപ്പാണ്. അവിടെ നമുക്ക് വായിലോട്ട് ഇട്ടാൽ തന്നെ നമ്മുടെ നാവിൽ കുഴിഞ്ഞിറങ്ങുന്ന വിധത്തിലുള്ള ഉപ്പാണ്. യാതൊരു വിധത്തിലുമുള്ള ജീവികൾ അവിടെ ഇല്ല. ബാക്ടീരിയ മാത്രം, ബാക്ടീരിയ പറഞ്ഞാൽ അനേറോബിക് ബാക്ടീരിയ മാത്രമേ അവിടെയുള്ളൂ. ഒരു ജീവികളുമില്ല. എന്നാൽ വേദം പറയുന്നത് ഈ ചാവുകടൽ ജീവകടലായി മാറും. ഇറ്റ് ബിക്കംസ് എ ലൈഫ് സീ. എ ഡെഡ് സീ വിൽ ബിക്കം എ ലൈഫ് സീ. അത് സാധ്യമാകുമെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനെക്കുറിച്ച് ഞങ്ങൾ ചില നാളുകൾക്ക് മുൻപേ യെരൂശലേമിൽ പോയപ്പോൾ കണ്ട ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. എസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ അവിടെ ജീവകടലായി മാറും എന്ന് കാണുന്നുണ്ട്. ഞാൻ യെരൂശലേമിൽ ചെന്നപ്പോൾ അവിടെ ഒരു യഹൂദ റാബായി ഞങ്ങളെ കാണിച്ച് ഈ ഒരു കിണർ കാണിച്ചു. ആ കിണറിന്റെ പടമാണിത്. ആ കിണർ 3000 വർഷം പഴക്കമുള്ള കിണറാണ്. പറയുകയാണ് ദാവീദിന്റെ കിണറാണിത്. ദാവീദ് വെള്ളം കോരി കുടിച്ചിരുന്ന ഇതാണ് കിണർ. അത് എപ്പോഴും വെള്ളം അവിടെ ഉണ്ടായിരിക്കും. അതിന് കാരണം പറഞ്ഞത് ഇത് സാങ്ച്വറിയിൽ നിന്ന്, അതാ ദൈവത്തിന്റെ ആലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്ന നദിയാണിത്.
ആ നദി അതുകൊണ്ട് ഈ ഉറവ ഉണ്ടായതുകൊണ്ട് ഈ ഉറവിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു വെള്ളം കോരണമെങ്കിൽ കോരാമെന്ന് പറഞ്ഞൊരു തൊട്ടി തന്നു. ഇതാണ് എന്റെ തൊട്ടി. അപ്പൊ ഞാനത് തൊട്ടുകൊണ്ട് ഈ വെള്ളം കോരിയിട്ടു. നല്ല ശുദ്ധമായ വെള്ളം. എന്നാൽ എനിക്ക് രസകരമായി തോന്നിയ വേറൊരു കാര്യം, അവിടെ ഉള്ള റാബായി പറഞ്ഞത് ഈ വെള്ളം ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴുകി അത് ചാവുകടലിലേക്ക് പോകുന്നു എന്ന് താൻ പറയുന്നുണ്ടായി. എന്ന് മാത്രമല്ല, ഈ വെള്ളം ഒഴുകി ചാവുകടലിലേക്ക് പോകുന്നത് കൊണ്ട് താൻ പറഞ്ഞത് അവിടെ ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നിപ്പോൾ പറഞ്ഞു. വാസ്തവത്തിൽ ബയോളജിസ്റ്റായ ഞാൻ ബയോളജിയാണ്, എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയത്തില്ല ചാവുകടലിൽ ജീവൻ ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ വിചാരിച്ച ആദ്യമേ കരുതി ആ റാബായി വെറുതെ പറയുന്നതായിരിക്കും. എന്നാൽ താൻ പറഞ്ഞത് അവിടെ ജീവനുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞു. അവിടെ മത്സ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഇതാണ്. ഡെഡ് സീ മുഴുവനും ഉപ്പാണ്. എന്നാൽ വളരെ രസകരമായ സംഭവം, ഞാൻ വീട്ടിൽ വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കി. ചാവുകടലിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ചില മത്സ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതെന്താ ഗൂഗിളിൽ നിന്ന് കിട്ടിയ പടങ്ങളാണ് ഇതൊക്കെ. ചാവുകടലിൽ ചില ഭാഗങ്ങളിൽ അവിടെ ചെറിയ കുഴികളുണ്ട്. അതിന്റെ സമീപത്ത് ആ സമീപത്തെ കുഴികളിൽ ജീവന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു, ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്ന വെള്ളം പോകുന്നിടത്തെല്ലാം ധാരാളം മീൻ പിടിക്കാൻ സാധ്യതയുണ്ട്. വായിക്കാം നമുക്ക് 47-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. 47-ന്റെ 9 വായിക്കാം. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ദൈവത്തിന്റെ പ്രവചനമാണ്. കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ചാവുകടൽ അതിനുണ്ടായ എല്ലാ ശാപങ്ങളും മാറി അത് ജീവജലമായി മാറും. ജീവൻ ധാരാളമായി, മത്സ്യങ്ങൾ ധാരാളമായി ഉണ്ടാകും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയിൽ നോൺ വെജ് കഴിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെയുണ്ട്. ഇവിടെ അവർ മീൻ പിടിക്കുന്നതായിട്ട് കാണുന്നു. മീൻ കഴിക്കാം. കർത്താവും പുനരുത്ഥാന ശരീരത്തിൽ മീൻ കഴിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. മീനും കഴിക്കാമെന്ന് മാത്രമല്ല, പുരോഹിതന്മാർ യാഗം കഴിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും യാഗത്തിന്റെ ഭാഗമായിട്ട് അവർ ആഹാരം കഴിക്കാം. നോൺ വെജ് കഴിക്കാനുള്ള അവസരം സഹസ്രാബ്ദ വാഴ്ചയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞ സഹസ്രാബ്ദ വാഴ്ച നടക്കേണ്ട ആ കാര്യങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ വേറൊരു പ്രത്യേകത, അത് വിശദീകരിക്കാൻ സമയമില്ല, പുതിയ യെരൂശലേമാണ്. നമുക്കറിയാം കർത്താവ് പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ് പുതിയ യെരൂശലേമിനെ കുറിച്ച് കാണുന്നത്. നാം സഭ ഉൾപ്രാപണം പ്രാപിച്ച നാം കർത്താവിന്റെ സന്നിധിയിൽ പോകും. അതിനുശേഷം നാം കാണുവാൻ കഴിയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ ആ പുതിയ യെരൂശലേം മണവാട്ടിയെ പോലെ അണിഞ്ഞവളായിട്ട് വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 21-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ 12-ാം വാക്യത്തിൽ നാം കാണാം. 21-ന്റെ 9 മുതലാണ് വായിക്കേണ്ടത്. 21-ന്റെ 9 മുതൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 7 വർഷമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അത്ര മതി. അവിടെ നമുക്ക് കാണുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു. അവിടെ മണവാട്ടിയെ കാണിക്കാമെന്നാണ് പറഞ്ഞത്. കാണിച്ചത് പുതിയ യെരൂശലേം എന്ന് പറഞ്ഞാൽ പുതിയ യെരൂശലേമിൽ മണവാട്ടി ഉണ്ട്. കുഞ്ഞാടിന്റെ മണവാട്ടിയാണ് പുതിയ യെരൂശലേം ഉള്ളത്. മഹത്വ സമ്പൂർണമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് വരുന്നത് സഹസ്രാബ്ദ ഭൂമിയിലേക്കാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, എന്നാൽ ഭൂമിയിൽ വന്നതായിട്ട് പറയുന്നില്ല. കാരണം യെരൂശലേം വലിയ ഒരു പട്ടണമാണ്. ആ പട്ടണം ഭൂമിയിലേക്ക് വരുവാൻ സാധ്യമല്ല.
2 പ്രാവശ്യം യെരൂശലേമിന്റെ വരവിനെ കുറിച്ച് ഈ 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാം വാക്യം വായിക്കുക, അവിടെയും കാണുന്നു ന്യൂ ജെറുസലേം. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെ 2 പ്രാവശ്യം പുതിയ യെരൂശലേം വരുന്നതായിട്ട് കാണുന്നു. സ്വർഗത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വരികയും പോവുകയും ചെയ്യാവുന്ന ഒരു പട്ടണമാണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിക് ടൗൺ. ഒരു പട്ടണവും നിൽക്കുന്ന പോലെയല്ല, നമ്മുടെ ഇന്നത്തെ പട്ടണം പോലെയല്ല. അത് വരികയും പോവുകയും. ഇറ്റ്സ് എ ഫ്ലൈയിങ് സിറ്റി. ഞാൻ പറയുന്നത് ഇറ്റ്സ് എ മൊബൈൽ സിറ്റി. എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുവാൻ കഴിയുന്ന സിറ്റിയാണ് പുതിയ യെരൂശലേം. അത് 1-ാമത് വരുന്നത് 9-ാം വാക്യത്തിൽ കാണുന്നതാണ്. അവിടെ പറയുന്നത് അത് പുതിയ ആകാശം അഥവാ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ പട്ടണം വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോൾ അത് ഭൂമിയിൽ വരുവാൻ സാധ്യമല്ല. കാര്യത്തിന്റെ അളവ് വളരെ വിസ്തൃതമാണ്. നമുക്ക് ഇതിന്റെ അളവ് നോക്കാൻ അറിയാം. വലിയൊരു പട്ടണമാണ്. ഈ പട്ടണം ഭൂമിയിൽ വരുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ ഇത് ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യും, അഥവാ ഒരു സാറ്റലൈറ്റ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിലായിരിക്കും വിശുദ്ധന്മാരായിരിക്കുന്നത്. നാം സഭയും മറ്റുള്ള വിശുദ്ധന്മാരും അവിടെ ആയിരിക്കും. അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. യാക്കോബിന്റെ ഗോവേണി എന്ന് പറഞ്ഞ ലാഡർ ഓഫ് ജേക്കബ്, അതുപോലെ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പല വേദപണ്ഡിതാക്കളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പുതിയ യെരൂശലേമും ഈ സഹസ്രാബ്ദ വാഴ്ചയും തമ്മിൽ ഒരു ഗോവേണി കൊണ്ട് കണക്ട് ചെയ്യും. ഇറ്റ്സ് എ ലാഡർ. കർത്താവ് വരികയും ചെയ്യും. ഇത് ഇന്നത്തെ ഭൂമിയിലുള്ള യെരൂശലേമിനോടുള്ള ബന്ധത്തിലായിരിക്കും ഇത് കറങ്ങിക്കൊണ്ട്. ഇറ്റ്സ് എ സാറ്റലൈറ്റ് സിറ്റി. ഇവിടെ നമുക്ക് കാണുവാൻ ഒരു വൃക്ഷം കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ വൃക്ഷത്തിന്റെ ഫലം രോഗശാന്തിക്ക് ഉതകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത് രോഗശാന്തിക്ക്, ജാതികളുടെ രോഗത്തിന് അത് മതിയായതാണെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യം നൽകുന്നതാണെന്നർത്ഥം. ഇത് സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിലാണ്. 9 മുതൽ 24 വരെയുള്ള വാക്യം, 21-ാം അധ്യായം 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പുതിയ ആകാശം പുതിയ ഭൂമി നിത്യതയോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 വരവ് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പട്ടണം മനോഹരമായ പട്ടണമാണ്. സ്വർണം കൊണ്ട് നിർമ്മിതമായ മനോഹരമായ പട്ടണം, പളുങ്ക് പോലെയുള്ള സ്വർണം. അതിന്റെ വാതിലുകൾ സ്വർണ്ണ വാതിലുകൾ. ഇറ്റ്സ് എ സിറ്റി ഓഫ് ഗോൾഡ്. ഇറ്റ്സ് എ സിറ്റി ഓഫ് ഗോഡ്. ഈ വാതിലൂടെ നാം എന്നും വസിക്കുവാൻ പോകുന്ന, നമുക്ക് നിത്യമായി വസിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മനോഹരമായ പട്ടണമാണ് ഈ പട്ടണം. 12 ഗോപുരങ്ങളുണ്ട്. 12 ആ ഗോപുരങ്ങളിൽ നമുക്ക് കാണുന്നത് അതെ പേളി ഗേറ്റ് ആണ്. പേളാണ്. പേൾ ചെറുതാണ്, പക്ഷെ ഇത് ഗേറ്റ് മുഴുവനും പേളാണ്. പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായ വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ പട്ടണത്തിന്റെ അടിസ്ഥാനം 12 അടിസ്ഥാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിവിധമായ രത്നങ്ങളാൽ നിർമ്മിതമായ പട്ടണമാണ്. അവിടെ ഒരു നദിയുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ നദി ജീവജല നദിയാണ്. വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഇറങ്ങി അതിന്റെ 2 ഭാഗത്തും 12 മാസം കായ്ക്കുന്ന വൃക്ഷം നമ്മൾ, അതിന്റെ ഇല ജാതികളുടെ രോഗത്തിന് മതിയായതാണ്. അതൊക്കെ പ്രധാനമായിട്ട് സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് രോഗമൊന്നുമില്ല, രോഗത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ സഹസ്രാബ്ദ വാഴ്ചയിൽ ആരോഗ്യത്തിന് മനുഷ്യ സ്വാഭാവികമായ ശരീരത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. നാം രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടി ആയിരിക്കും. എന്നാൽ ലോകത്തിൽ സ്വാഭാവികമായ ശരീരത്തോടു കൂടെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് അവരുടെ ആരോഗ്യത്തിന് ഇത് മതിയായിരിക്കും. അപ്പോൾ ഈ മനോഹരമായ ചിത്രങ്ങളാണ് നമുക്ക് സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ വിശദമായി പഠിക്കുവാൻ മതിയായതാണ്. പ്രത്യേകിച്ച് ദേവാലയത്തെ കുറിച്ച്, സഹസ്രാബ്ദ ദേവാലയം നാം വിശദമായിട്ട് പഠിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിൽ നിന്ന് അനേക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു.
ഇങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. എല്ലാ കണക്ടിവിറ്റി, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രത്യേക സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിൽ നിന്നും വിരമിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.